Hello dears, welcome to Thunder Kitchen Recipes. നാടൻ രീതിയിലുള്ള കപ്പ ഉലർത്താണ് ഇന്നത്തെ ഡിഷ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഡിഷ് വളരെ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപയോഗിച്ചതെങ്കിലും രുചിക്ക് ഒരു കുറവുമില്ല. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കപ്പ ഉലർത്താണ്. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം, സ്നാക്കായിട്ടും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വലുതായി കട്ട് ചെയ്ത സവാള ചേർക്കുക. ഞാൻ വലിയ ഒരു സവാളയും പിന്നെ ഒരു മീഡിയം സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സവാളയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായി വാടിക്കിട്ടുകയും ചെയ്യും. നന്നായിട്ട് വഴറ്റി കൊടുത്ത് സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. നാടൻ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. മുളക് പൊടിയല്ല, ചതച്ച മുളകാണ്. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ടിത് നന്നായിട്ട് സവാളയുമായിട്ട് മിക്സ് ചെയ്ത് മുളക് പൊടിയൊക്കെ നന്നായിട്ട് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു 3 മിനിറ്റ് അല്ല 4 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ലോ ഹീറ്റിൽ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. വേപ്പില ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച കപ്പയാണ് ചേർക്കുന്നത്. ഈ കപ്പ ഒരു പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചതാണ്. കൂടുതൽ വേവിച്ച് ഉടഞ്ഞ തരത്തിലാകരുത്, കുറച്ച് കട്ടിയിലുള്ളതായിരിക്കണം. കൈകൊണ്ട് ഉടച്ചാൽ ഉടയുന്ന രീതിയിലായിരിക്കണം. എന്നാൽ കൂടുതൽ അങ്ങോട്ട് വെന്തുടഞ്ഞും പോകരുത്. ഈ വേവിച്ച കപ്പ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഹീറ്റിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ കപ്പയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് 3 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പില ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ രീതിയിലുള്ള കപ്പ ഉലർത്ത് റെഡിയായിട്ടുണ്ട്. ഈ കപ്പ ഉലർത്തിൽ ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. ചില്ലി പൗഡറൊന്നും ഉപയോഗിക്കരുത്, ചില്ലി ഫ്ലേക്സ് തന്നെ ഉപയോഗിക്കണം. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇതിങ്ങനെ തന്നെ ഒരു സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. പിന്നെ രാവിലെ കഞ്ഞി കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് കഞ്ഞിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല. വളരെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.